ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കൊരു കുഞ്ഞ് ഈസ്റ്റർ വ്ളോഗ് കാണാം കേട്ടോ. ലേ ബേബി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പാതിര കുർബാനയ്ക്ക് പോലൊന്നും നടക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലത്തെ കുർബാനയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ എടുത്താണ്. ലേക്കോട്ടനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിച്ചിട്ടുണ്ട്. ഇത് ലേക്കോട്ടൻ്റെ ബാപ്റ്റിസത്തിൻ്റെ ഡ്രസ്സാണ്. ബാപ്റ്റിസത്തിൻ്റെ സമയത്ത് ഈ ഉടുപ്പിൽ ഒരു ഇത്തിരിയോളം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ലേക്കോട്ടൻ. കാരണം 35 ഡേയ്സ് ഉള്ളപ്പോഴായിരുന്നല്ലോ ബാപ്റ്റിസം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഉണ്ടക്കുട്ടിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഹെയർ ബാൻഡ് ഒന്നും അന്ന് ബാപ്റ്റിസത്തിൻ്റെ ടൈമിൽ വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഒരു വലിപ്പമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതാ ഇപ്പോഴാണ് അതൊക്കെ വെച്ച് കാണുന്നത്. അപ്പോൾ നല്ല രസമുണ്ട് കണ്ടപ്പോൾ. സോ മമ്മിയൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ആ മമ്മിയുടെ കൂടെ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത്. നമ്മളിപ്പോൾ ഒട്ടുമിക്ക ദിവസം പള്ളിയിൽ പോകുമ്പോൾ മമ്മിയുടെ ഒപ്പം വണ്ടിയിൽ തന്നെയാണ് പോകാറുള്ളത്. അതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് എത്തുകയും ചെയ്യും. ലേക്കോട്ടിനടുത്ത് നടക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ പിന്നെ മമ്മിയുടെ ഒപ്പം അങ്ങനെ വണ്ടിയിൽ പോകട്ടോ. ഇത്തവണ ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ലേക്കോട്ടിനും എനിക്കും അത് ഇത്തിരി സ്പെഷ്യലാണ് കേട്ടോ. കാരണം മാരേജ് കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഈസ്റ്ററാണ്. അതുപോലെ ലേക്കോട്ടൻ്റെ ആദ്യത്തെ ഈസ്റ്ററാണ് കേട്ടോ. അങ്ങനെ പള്ളിയിൽ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നിട്ട് എനിക്ക് കുറച്ചധികം ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ഈവനിങ് ഞാൻ എന്തായാലും എൻ്റെ വീട്ടിലോട്ട് പോകും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ വേഗം ലൈക്കോട്ടിനെ ഉറക്കിയിട്ട് ഞാൻ അവിടെ സൈഡിൽ കിടത്തി. എന്നിട്ട് ഞാൻ ഒതുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒതുക്കി കഴിയാറായത് കണ്ടിട്ട് ലൈക്കോട്ടിനെ എണീക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ ലൈക്കോട്ടിനെ കുളിപ്പിച്ചതാ ഇവിടെ ഇങ്ങനെ ടിവിയുടെ മുന്നിൽ പപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു. അമ്മമ്മ കിച്ചണിൽ നല്ല പണിത്തിരക്കിലാണ്. കാരണം ഇന്ന് ഈസ്റ്റർ ആണല്ലോ. അപ്പം അത്യാവശ്യം നല്ല ഡിഷസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അമ്മമ്മ. അപ്പോൾ അതുകൊണ്ട് ലൈക്കോട്ടിനെ ഞാനും പപ്പയും കൂടിയിട്ടാണ് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എന്താ ഇവിടെ ഇരുന്ന് ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ ഇരുത്തുന്നുണ്ട്. മമ്മി എന്താ ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട് കിച്ചണിൽ പോയപ്പം രാവിലെ ഒരു കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു 10 മണിക്ക് തുടങ്ങിയിട്ടുള്ള യുദ്ധമാണ് കേട്ടോ. ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. മമ്മി ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ആവാനായിട്ട്. എന്നാലും മാക്സിമം സ്പീഡിൽ മമ്മി ഓരോന്നോരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഈസ്റ്ററിന് ഫുഡ് ഉണ്ടായിരുന്നത്. ഇതിൽ എന്താ പറയുക, മമ്മിയുടെ ഫുഡ് എപ്പോഴും സ്പെഷ്യൽ. എന്തെങ്കിലും ഒരു ഒക്കേഷൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മമ്മി ഫുഡിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്യാനായിട്ട് നോക്കും. നോർമൽ വെക്കുന്നതിന് മാറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ചെയ്യാനായിട്ട് നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്നത് ഫിഷ് മോളിയും അതുപോലെ തന്നെ മസാല ഷവായി ആയിരുന്നു. അപ്പം അതൊക്കെ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടാണ് മമ്മി ഉണ്ടാക്കിയിട്ട് മസാല ഷവായി ഒക്കെ കഴിക്കണം. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ലേക്കൂട്ടനപ്പോഴേക്കും ഞാൻ റെഡിയാക്കി ഈവനിങ് ആയപ്പോഴത്തേനും പപ്പ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ പാലക്കിലേക്ക് കൊണ്ടുപോകാനായി. അപ്പോൾ അത് ലേക്കൂട്ടനാണെന്നുണ്ടെങ്കിൽ പപ്പേനെ കുറേ കഴിഞ്ഞിട്ട് കാണല്ലേ. അപ്പോൾ അങ്ങോട്ട് പപ്പയുടെ അടുത്തേക്ക് അങ്ങോട്ട് അധികം പോകണില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ പാലക്കിലോട്ട് പോയിട്ടോ. അപ്പോൾ പിന്നെ വ്ളോഗ് എടുക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതിനൊന്നുള്ള ഒരു ഓർമ്മ ഉണ്ടായിരുന്നില്ല വീട്ടിൽ നിന്ന്. അപ്പോൾ പിന്നെ എല്ലാവരും വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഉണ്ടായത്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് മിനി വ്ളോഗ്. സീ യു സൂൺ.